ബി ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, അവിടെ വി ഡി സതീശന് വേണ്ടി മുദ്രാവാക്യം വിളി. ഇപ്പോൾ ഇന്നുണ്ടായ ഒരു മാറ്റം, സതീശൻ ക്യാമ്പിലുള്ളവർക്ക്, സതീശനെ അനുകൂലിക്കുന്നവർക്ക് സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് അവർ ഏതാണ്ട് ഉറപ്പിച്ച പോലുള്ള പ്രതികരണം അവർ പറയുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. ബി ദിലീപ് കുമാർ. ഹാഷ്മി, KPCCയുടെയും AICCയുടെയും ഒക്കെ നിർദ്ദേശമുണ്ടായിരുന്നു ഈ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടുന്നതിൽ നിന്ന് പിന്മാറണമെന്ന്. അത് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി കോൺഗ്രസ് പ്രവർത്തകർ ആ നിലയിൽ തന്നെയായിരുന്നു. സംസ്ഥാനത്തെങ്ങും പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ അണികളുടെ വികാരം അണപൊട്ടുകയാണ്. തീരുമാനം വരും മുമ്പ് തന്നെ അണികൾ അങ്ങനെ കാത്തിരിക്കാൻ തയ്യാറല്ല. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തേങ്ങയുടയ്ക്ക് സ്വാമി എന്നവർ കാത്തിരുന്നു. പക്ഷേ അവർ ആഗ്രഹിച്ച പോലുള്ള തീരുമാനം വരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് എത്ര നേരം കാത്തു നിൽക്കും എന്ന് പ്രവർത്തകർക്ക് തന്നെ തോന്നിപ്പോവുകയാണ്. അവിടെ വി ഡി സതീശൻ്റെ വീട്ടിന് മുന്നിൽ, ആലുവയിലെ ദേശത്തുള്ള വി ഡി സതീശൻ്റെ വീടിന് മുന്നിൽ നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒട്ടേറെ പ്രവർത്തകരാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചേരുന്ന പ്രവർത്തകർക്ക് ഇനിയും ഏറെ നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിൽ നിന്ന് ആ നിലയിലുള്ള മുദ്രാവാക്യങ്ങളും ആരവങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം ഇനിയും വന്നിട്ടില്ല. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണ്. അത് KC വേണുഗോപാലാണോ, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ച അതേതാണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ എന്ന നിലയിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും ആ കാര്യത്തിലൊരു തീരുമാനം കൈക്കൊള്ളാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് നേതാക്കൾക്ക് വ്യക്തമായിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നവർക്ക് ഇപ്പോഴും ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ് ആരാണ് എന്നത് സംബന്ധിച്ച ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. നേരത്തെ വിവിധ നേതാക്കളുടെ മനസ്സിലിരിപ്പ് ഹൈക്കമാൻഡ് ആരാഞ്ഞിരുന്നു. ആദ്യമെത്തി സംസ്ഥാനത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അഭിപ്രായം കേട്ടു, ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം കേട്ടു, KPCC മുൻ പ്രസിഡന്റുമാരുടെ അഭിപ്രായം കേട്ടു, സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കേട്ടു, പുതിയ നിലവിലെ KPCC നേതൃത്വത്തിൻ്റെ അഭിപ്രായം കേട്ടു. ഇതെല്ലാം കേട്ട ശേഷം ഡൽഹിയിലെത്തി റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. ആ റിപ്പോർട്ട് കൈമാറിയിട്ടും പിന്നെയും തീരുമാനമെടുക്കാൻ ഓരോ ദിവസവും വൈകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അതിനുശേഷം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് വെവ്വേറെയും ഒരുമിച്ചിരുത്തിയും അവരുമായി ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിലും തീരുമാനമായില്ല. പിന്നെയും ദിവസങ്ങൾ കഴിയുന്നു. അതിനുശേഷം വീണ്ടും കേരളത്തിലെ നേതാക്കൾ VD സതീശന്റെ വസതിക്ക് മുന്നിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുന്നുണ്ട്. അത് പക്ഷേ VD സതീശന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് മുമ്പാണ്. വലിയ 100 കണക്കിന് ആളുകൾ അവിടെ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. രാവിലെ മുതൽ തന്നെ പ്രവർത്തനം അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഇനി എത്ര മുദ്രാവാക്യം വിളിക്കരുതെന്ന് പറഞ്ഞാലും അതൊരു മോബ് സൈക്കോളജിയാണ്. പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി അണിനിരന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മുദ്രാവാക്യം ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ ആവേശത്തോടെ ഏറ്റുവിളിക്കും. അത് ഒരു ആൾക്കൂട്ടത്തിന്റെ ഒരു സൈക്കോളജി, ഒരു മനഃശാസ്ത്രം, അതങ്ങനെ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ. പക്ഷേ VD സതീശൻ വീട്ടിനകത്ത് തന്നെയാണ്. VD സതീശൻ വീട്ടിന് പുറത്തേക്ക് അങ്ങനെ നമ്മൾ കണ്ടില്ല. അതേസമയം പല നേതാക്കളും വീട്ടിനകത്തേക്ക് പോയി VD സതീശനുമായി സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ആകാംക്ഷ. ഇപ്പോൾ VD സതീശനെ വീട്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ മനുഷ്യർ മാത്രമല്ല, കേരളം ഒട്ടാകെ വളരെ പാർട്ടി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ആകാംക്ഷയോടെ കേരളത്തിനടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന ഏറ്റവും നിർണായകമായ തീരുമാനത്തിൽ കാതോർത്തിരിക്കുകയാണ് ഡൽഹിയിലേക്ക്. ആ തീരുമാനം വരേണ്ടത് ഡൽഹിയിലാണ്. ഇപ്പോൾ അവിടെ ഖർഗെയുടെ വസതിയിൽ നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ചർച്ചയാണെന്ന് പറയാൻ കഴിയില്ല. ഒരവസാനവട്ട കമ്മ്യൂണിക്കേഷൻ, ഒരവസാനവട്ട ആശയവിനിമയം എന്ന് വേണം മനസ്സിലാക്കാൻ. AK ആന്റണിയോട് ഇതിനിടയിൽ ഹൈക്കമാൻഡ് നിലപാട് തേടി എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊടുക്കുന്നൂർ സുരേഷിനെ 3:30 ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 3:30 രാഹുൽ ഗാന്ധി വിളിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും അവസാന നിമിഷം വരെ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 5:30 രാഹുൽ ഗാന്ധി ഖർഗെയുടെ വീട്ടിലേക്ക് എത്തുന്നത് തൊട്ട് മുമ്പ് വരെ ഒരു 4 മണി 4:30 വരെ അപ്പോഴും രാഹുൽ ഗാന്ധി പല നേതാക്കളുമായി സംസാരിക്കുകയായിരുന്നു. പല നേതാക്കളോട് അവസാനവട്ട ആശയവിനിമയങ്ങൾ നടത്തുകയായിരുന്നു. ഉറപ്പായും അതിൽ അറിയേണ്ടതും ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാൽ ഗ്രൗണ്ടിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഏത് രീതിയിലായിരിക്കും ഓരോ നേതാക്കളുടെ കാര്യത്തിൽ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് അറിഞ്ഞിരിക്കണം. അതറിയാൻ വേണ്ടി ആയിരിക്കണം അവസാനവട്ട കമ്മ്യൂണിക്കേഷൻ. AK ആന്റണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, K സുധാകരൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് K സുധാകരൻ ഉയർത്തിയ പ്രതിസന്ധി, ആ പ്രതിസന്ധിയിലേക്ക് പരിഹാരത്തിലേക്ക് എത്തി ഉറപ്പായും അത് AK ആന്റണിയുടെ ഒരൊറ്റ ഫോൺ കോളിലായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.